ഹായ് അർമീസ്, വൺ ഷോട്ടിലോട്ട് പോകുന്നതിന് മുൻപ് എനിക്ക് രണ്ട് കാര്യം പറയാനുണ്ട്. ഒന്ന് മെയിനായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു സ്റ്റോറ് എൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് സ്റ്റോറ് കാണാൻ പറ്റും. അതിൽ പല പ്രൊഡക്ട്സും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേണ്ടവർ അത് പർച്ചേസ് ചെയ്യുക. അതിൽ മെയിനായിട്ട് BTSൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം താല്പര്യമുണ്ടെങ്കിൽ അവിടെയും കയറി ഒന്ന് നോക്കാം. എന്താ പപ്പ പ്രശ്നം? എന്താ? എടി, അതൊരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ തന്നെയാണ്. എന്ത് സീരിയസ് ഇഷ്യൂ? പറ എന്നോട്. നമ്മുടെ കമ്പനിയിൽ നമ്മൾ ചുരുങ്ങിയ സ്റ്റാഫ്സ് മാത്രം അറിഞ്ഞിട്ടുള്ള നമ്മുടെ പ്രൊജക്റ്റ് സ്റ്റീൽ ചെയ്യപ്പെട്ടു. വാട്ട്? നമ്മുടെ പ്രൊജക്റ്റ് മോഷണം പോയോ? അതെങ്ങനെ? നീ അന്ന് തന്ന ആ ഐഡിയയിൽ ചെയ്ത, നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത ആ പ്രൊജക്റ്റാണ് മോഷണം പോയത്. മോഷണം പോയെന്ന് പറയാൻ കാരണം, അലക്സിൻ്റെ കമ്പനിക്കാർ ആ പ്രൊജക്റ്റ് ഇപ്പോൾ തന്നെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അവർക്കതിൽ നല്ല രീതിയിലുള്ള മെച്ചവും കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പേരിൽ അവർക്ക് നല്ല രീതിക്ക് അഡ്വർടൈസ്മെൻറ്റും കിട്ടുന്നുണ്ട്. എനിക്കിപ്പോൾ മനസ്സിലാവാത്തൊരു കാര്യം, അതെങ്ങനെ പോയെന്നാണ്. ഒന്നെങ്കിൽ അതെ, ഉറപ്പിച്ചോ, നമ്മൾ വിശ്വസിച്ച് നിൽക്കുന്നതിൽ ഒരാൾ അവരുടെ സ്പൈ തന്നെയാ. എല്ലാവരും ഞാനിപ്പോൾ കമ്പനിയിൽ നിന്ന് പുറത്താക്കും. ആരൊക്കെ പോലും എൻ്റെ കമ്പനിക്ക് നഷ്ടമൊന്നും ഒരിക്കലും ഉണ്ടാവത്തില്ല. പിന്നെ മോളെ, ഇതിനെങ്ങനെയെങ്കിലും നമുക്ക് പരിഹാരം കണ്ടെത്തണം. ഇതിന് എൻ്റെ കയ്യിൽ ഒരു നല്ല ഐഡിയ ഉണ്ട്. എന്ത് ഐഡിയ പപ്പ? പറ, പെട്ടെന്ന് കേക്കട്ടെ. പറയണോ അത്? പപ്പ എന്താ പൊട്ടനെ കൊരങ്ങനാക്കുവാണോ? പപ്പ പറ, എന്തുവാ? ഇങ്ങനെ എന്നെ ത്രില്ലടിപ്പിക്കല്ലേ. എൻ്റെ മോളെ, ഇത് കേട്ടിട്ട് നീ എന്നെ തല്ലാതിരുന്നാൽ മതി. അയാൾക്ക് 2 മക്കളുണ്ട്. അതിൽ മൂത്ത ആൾ നല്ല ഡേഞ്ചറാണ്, ഇളയാൾ പിന്നെയും സോഫ്റ്റാന്ന് കേൾക്കാം. അതിൽ മൂത്ത ആളെയാണ് നീ കല്യാണം കഴിക്കേണ്ടത്. ഇല്ല, നടക്കില്ല. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഓ, അലറാതെ, നിന്റെ തള്ള കേൾക്കും. എടി, നീയില്ലേ അവനെ കല്യാണം കഴിക്കുക, എന്നിട്ട് അവനെ നിന്റെ രീതിക്കൊന്ന് ആക്കിയെടുക്കുക. ചുരുക്കി പറഞ്ഞാൽ, നീ അവനെ അച്ഛൻ്റെ ശത്രു തന്നെ ആക്കിയെടുക്കുക. അതായത് എന്നെയല്ല, അവനെ അവൻ്റെ സ്വന്തം അച്ഛൻ്റെ ശത്രു ആക്കിയെടുക്കുക. അല്ലെങ്കിൽ അതൊന്നും വലിയ നിർബന്ധമില്ല. നിന്റെ പ്രൊജക്റ്റല്ലേ ഇപ്പോൾ അവരുടെ കമ്പനി മോഷ്ടിച്ചത്. അതുകൊണ്ടേ അവൻ്റെ പകുതി സ്വത്തെങ്കിലും അടിച്ചു മാറ്റിയിട്ട് വാ എൻ്റെ മോള്. എന്റെ പൊന്നു പപ്പ, ഇതാണോ കാര്യം? ഞാൻ അയാളെ കല്യാണം കഴിച്ച് എങ്ങനെ അയാളുടെ സ്വത്ത് എനിക്ക് കിട്ടാനാ? മമ്മിയെ വല്ലതും പറഞ്ഞാപ്പിക്ക് മമ്മിയല്ലേ പപ്പേനെ കല്യാണം കഴിച്ച് പപ്പയുടെ എല്ലാ സ്വത്തും അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അവളെൻ്റെ ഭാര്യ. അവളിനി എവിടെയും പോകത്തില്ല. അതുകൊണ്ട് എൻ്റെ സ്വത്ത് അവൾ അടിച്ചു മാറ്റിയാലും എന്നെ അവൾ ഉപേക്ഷിക്കത്തൊന്നുമില്ല. പക്ഷേ നീ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നീ എങ്ങനെയെങ്കിലും അവനെ മയക്കി കല്യാണം കഴിച്ചിട്ട് അവൻ്റെ എല്ലാം ഊറ്റിയെടുത്ത് എൻ്റെ അടുത്ത് വരണം. അവനിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ശിക്ഷ അത് തന്നെയാണ്. പിന്നെ അവൻ്റെ തന്ത ജീവിതത്തിന് അവൻ അനുഭവിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇനി എൻ്റെ മൂക്ക് വലിയ എതിർപ്പുണ്ടോ? ഇതൊക്കെ ബിസിനസ് ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. അങ്ങേരെ എപ്പോഴും സന്ദർശിക്കുന്ന ഏതെങ്കിലും സ്പോട്ട് ഉണ്ടാവുമല്ലോ, അവിടെ എങ്ങനെ പോയിട്ട് അയാളെ അങ്ങ് പിടിക്കണം. അവൻ ഡ്യൂട്ടി കഴിഞ്ഞാൽ കുറച്ച് സമയം റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നൈറ്റ് ബാറിലൊക്കെ പോകും. ആ കാര്യം എനിക്ക് നല്ലപോലെ അറിയാം. അതല്ലാതെ അവർ നമുക്കിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോയെന്നൊന്നും നമുക്കറിയത്തില്ല. സോ ബി സേഫ്. പ്ലാൻ ചെയ്യണം, അവർക്കിട്ട് നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്യണം. അല്ലെങ്കിൽ തന്നെ നമ്മളുടെ പ്രൊജക്റ്റ് അവരുടെ പ്രൊജക്റ്റാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ മെക്കിട്ട് കയറാൻ അവർക്ക് എന്ത് അവകാശമുള്ളത്? അതെ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ പ്രൊജക്റ്റ് ഞാനത് പ്രസൻറ്റ് ചെയ്തു, എന്നിട്ടത് അവരുടേതാണെന്ന് പറയുന്നു. അതെവിടുത്തെ ന്യായം? ഇതൊന്നും സമ്മതിച്ചെടുക്കുന്ന കാര്യമല്ല. അപ്പ നിങ്ങളിങ്ങനെ റൂഡായിട്ട് ഒരു കാര്യമില്ല. ഇതിന് പറ്റിയൊരു വഴി എൻ്റെ അടുത്തുണ്ട്. എന്ത് വഴി? ക്രിസ്റ്റഫറിന്റെ ഒരു മകളാണല്ലോ ക്രിസ്റ്റീന, അവളെ തന്നെ വേണം. അവളെ ഞങ്ങളിൽ ഒരാളെ കൊണ്ട് കെട്ടിക്കണം. എന്നിട്ട് അവരുടെ പകുതി സ്വത്ത് അത് നമുക്ക് കൈക്കലാക്കണം. അത് തന്നെ ഇതിന് പറ്റിയ വഴി. പിന്നെ എന്നെ കാട്ടി ബെസ്റ്റ് എന്തായാലും ആദ്യമായിരിക്കും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ വേറൊരു ഐഡിയ ഉണ്ട്. നമുക്ക് അയാളെ അങ്ങ് മരണത്തിൻ്റെ വക്കിലെത്തിക്കാം. എന്നിട്ട് നിങ്ങളുടെ കമ്പനിയും അതിൻ്റെ എല്ലാ അവകാശവും ഞങ്ങളുടെ പേരിൽ എഴുതി തന്നില്ലെങ്കിൽ നിങ്ങളുടെ മകളെയും നിങ്ങളുടെ ഭാര്യയും കൊല്ലുമെന്ന് ഒരു ഭീഷണി മുഴക്കിയാൽ പോരെ. പിന്നെ മരിക്കാനും പേടിയുള്ള ആളാണെങ്കിൽ അതങ്ങ് തരത്തില്ലേ? പറ്റില്ല. ഇതിൽ സക്സസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നത് ജോഷോ പറഞ്ഞത് തന്നെയാണ്. ആദി, നീ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ നല്ല രീതിക്ക് റിസ്ക് എടുക്കണം. പിന്നെ ഈ കമ്പനി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊല്ലുക, ഭീഷണിപ്പെടുത്താന്നൊക്കെ പറയുന്നത് മോശമാണ്. അതിനെയും കാട്ടി കുഴപ്പമില്ലാത്ത കാര്യമാണ് കെട്ടിയിട്ട് ഭീഷണിപ്പെടുത്തി, അങ്ങനെയല്ല ചെറിയ രീതിക്ക് ഭീഷണിപ്പെടുത്തി അവരുടെ കമ്പനി അങ്ങ് സ്വന്തമാക്കുന്നത്.
എന്തൊക്കെയാണെങ്കിലും ഞാൻ അവളെ വെറുതെ വിടത്തില്ല. എൻ്റെ പ്രോജക്റ്റ് തട്ടിയെടുക്കാൻ നോക്കുന്നു പിശാശ്. പപ്പ പേടിക്കണ്ട, അവനെ ഞാൻ കുപ്പിയിലാക്കിക്കോളാം. ഒരിക്കൽ കഫേയിൽ കോഫി കുടിക്കാൻ വേണ്ടി പോയപ്പോൾ രണ്ടുപേരും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്യുന്നു. ക്രിസ്റ്റീന അവിടെ ഇരിക്കുന്നത് കണ്ട് അവളുടെ മുമ്പിൽ തന്നെ പോയിട്ട് ഇരിക്കുവാണ് ആദി. ഇപ്പോഴേ ഞാനൊരു കാര്യം പറയാം, വയക്കിടുമ്പോൾ ഇവരുടെ വായിന്ന് പലതും വീഴും. അത് മേ ബി 18+ ആയിരിക്കാം എന്ന് വെച്ചിട്ട് എന്നോടൊന്നും തോന്നരുത്. ജസ്റ്റ് ആ രീതിക്ക് ആ എൻ്റർടൈൻമെൻറ്റിൽ നിങ്ങൾ അതെടുക്കുക. കടുപ്പത്തിൽ ഒരു കോഫി പറയട്ടെ? കോഫി മാത്രം മതിയോ? വേറെ വല്ലതും വേണമെങ്കിൽ ഓർഡർ ചെയ്യൂ. എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ വാങ്ങുന്നുണ്ട് സ്വന്തമായിട്ട്. എനിക്ക് ആരുടെ സമ്പാദ്യമോ സഹായമോ ഒന്നും വേണ്ട. ഓഹോ, ഒന്നും വേണ്ടാണ്ടാണോ എൻ്റെ പ്രൊജക്റ്റ് നിന്റെ പ്രൊജക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? പെട്ടെന്നൊരു ദിവസം എനിക്ക് തോന്നിയ എൻ്റെ സ്വന്തം പ്രൊജക്റ്റാണ് നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്റ്റാണെന്ന് പറഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്തത്. എന്തൊക്കെ പറഞ്ഞാലും നിന്റെ പ്രസൻറ്റേഷൻ അത് നല്ല ബോറായിരുന്നു. പിന്നെ ഞങ്ങളുടെ കമ്പനിയിൽ ഞങ്ങൾ മാത്രം വെച്ച സീക്രട്ട് പ്രോജക്റ്റ് ഞങ്ങളുടെ സ്വന്തം കമ്പനിയിൽ തന്നെ നിങ്ങളുടെ ഏതൊരു സ്പൈ കാരണം നിനക്കത് കിട്ടി. എന്നിട്ട് നീ അത് പബ്ലിഷ് ചെയ്തു. എന്നിട്ട് വലിയ ആളാവാൻ നോക്കണ്ട. ഞാനൊരു ദിവസം ഈ ലോകത്തെ തന്നെ തെളിക്കും അതെൻ്റെ പ്രൊജക്റ്റാകും. എനിക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യം എനിക്ക് തന്നെ കിട്ടിക്കണം. എൻ്റെ സ്വന്തം പ്രൊജക്റ്റ് നിന്റെ പേരിൽ നിനക്ക് എടുത്തിട്ട് എനിക്ക് കിട്ടേണ്ട ക്രെഡിറ്റ് ഫുള്ള് നിനക്ക് കിട്ടണമെന്നാണോ നീ പറയുന്നത്? വാവ്, വാട്ട് എ നോൺസെൻസ്. എടാ നായിൻ്റെ മോനെ, നീ എന്തിനാ ഇപ്പൊ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എനിക്ക് കുറച്ച് സ്വൈരം തന്നൂടെ? ജനിച്ചപ്പോൾ തൊട്ട് പപ്പയും എല്ലാവരും പറയുന്ന കാര്യമാണ്. ഇവനെ വിശ്വസിക്കരുത്, ഇവരുടെ കമ്പനി ഇങ്ങനൊരു കമ്പനി ഉണ്ട്, ഇവിടെയുള്ള ആൾക്കാർ മൊത്തം ഫേക്കാണ്, പിന്നെ അതിൽ പ്രത്യേകിച്ചൊരു മൂത്ത മോനുണ്ട് പക്കാ ഫേക്ക്. ഉള്ള പെണ്ണുങ്ങളൊക്കെ രാത്രി വിളിച്ചു കയറ്റി പണ്ടിട്ട് വീഴുന്നവരല്ലടാ നീ. അതെടി, ഞാൻ ദിവസം ഓരോ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് പണി വിടുവാടി. നിനക്ക് പണിത്തരനുണ്ടല്ലോ കുറേ ആൾക്കാർ. നിനക്കും ഇതന്നല്ലേ പണിയടി, ബാറിലൊക്കെ പോയിട്ട് നൈറ്റ് നീ ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്? വേറെ എന്തെങ്കിലും നല്ല കാര്യം നീ ചെയ്യുന്നുണ്ടോ? അവന്മാരുടെ ഒക്കെ കുട്ടീനെ നിന്റെ വയറ്റിൽ കാണുന്നില്ലല്ലോ. അതിൻ്റെ കാരണം എന്താ? നീ ഇവിടെ കോപ്പർ ഫിറ്റ് ചെയ്തിനോ? നിന്നെ പോലുള്ള ചീപ്പായിട്ട് ആൾക്കാരോടൊന്നും സംസാരിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ എന്താണ് ഏതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഒന്ന് പോടി നീ, എൻ്റെ കൺമുമ്പൊന്ന് പോ. നിന്നെ പോലെയുള്ള യക്ഷീനൊക്കെ കാണുന്നുണ്ടെങ്കിൽ ജീവിതം തന്നെ നശിച്ചു പോയി. നിന്നെ പോലെയുള്ള നായിൻ്റെ മോളോടൊന്നും സംസാരിക്കാൻ എനിക്കൊരു താല്പര്യമില്ല. പോയി പണി നോക്കടി. പോടാ. എനിക്ക് തോന്നുന്നില്ല ആ പെണ്ണിനെ കെട്ടാൻ പറ്റുമെന്ന്. അവളുടെ അടുത്ത് എപ്പം ഞാൻ പോകുന്നോ അപ്പോൾ മൊത്തം ഞങ്ങൾ രണ്ടുപേരും വഴക്കാണ്. എൻ്റെ പൊന്നാതി, എന്തായാലും നീ ആ കുട്ടീനെ കെട്ടിയേ പറ്റൂ. എങ്കിലും ഞാൻ പറഞ്ഞ ഐഡിയ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഈ പണിക്കൊന്നും നിൽക്കരുത്. അവർ നമ്മളെ കമ്പനിയെ വിമർശിക്കുമ്പോൾ അത് നമ്മൾ കേട്ടിരിക്കണം. അതേ പറ്റത്തുള്ളൂ. പിന്നെ നിനക്കറിയാലോ എന്തുകൊണ്ട് എനിക്ക് അവളെ കെട്ടാൻ പറ്റാത്തത് ഞാൻ പറഞ്ഞത്. എനിക്ക് ഓൾറെഡി ഒരു പെണ്ണുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനത്തെ ഒരു പെണ്ണിനെ ഇതുവരെ കണ്ടിട്ടില്ല. അവളുടെ ഒക്കെ ജീവിതം ആലോചിച്ചൂടാ. അവളെ കിട്ടുന്ന ആ ചെക്കൻ്റെ ജീവിതം ഒട്ടും ആലോചിച്ചൂടാ. എന്തൊക്കെ പറഞ്ഞാലും കുറച്ചു കാലം നിനക്കത് എക്സ്പീരിയൻസ് ചെയ്യാലോ. നമുക്ക് അവളെ അങ്ങ് തട്ടിക്കൊണ്ടുപോയിട്ട് ഒന്ന് താലി കെട്ടാം. അല്ലെങ്കിൽ കോൺട്രാക്ട് മാരേജ് കമ്പനികൾ രണ്ടാളും തമ്മിൽ നടത്തണം. പിന്നെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നടത്തണം. അപ്പോൾ അവളുടെ എന്തൊക്കെ തോന്നരുത് ഇത് അവർക്കിട്ടുള്ള ഒരു പണിയാണെന്ന്. എൻ്റെ പൊന്നു, എങ്ങനെ അത് കുടിക്കുന്നേ? ഡി മോളെ, ഫ്രീ ആണോ? ഇയാളാരാ എന്നോട് ഫ്രീ ആണോ ചോദിക്കാൻ? ഇതെന്താ പണി? നോക്കിപ്പോടോ. എന്താ ദേഷ്യക്കാരിയാണോ? ഇവിടെ ഒക്കെ വന്ന രണ്ടെണ്ണമൊക്കെ അടിച്ചാൽ മാത്രം മതിയോ? ഒരു കളിയൊക്കെ പാസ്സാക്കണ്ടേ? ഒരു മതി ചീപ്പ് വരുത്തണം പറയരുത്. തന്നെ പണി നോക്കിപ്പോ. വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ പോയി വിളിച്ച്. എനിക്ക് നിന്നെ മതി. എന്താ കൂടുന്നോ? ബുൾഷിറ്റ്.
ഞാൻ നിന്നെപ്പോലെ ചീപ്പല്ലടാ പെണ്ണുങ്ങളെ കയറി ഉണ്ടാക്കാൻ. അവൾ എൻ്റെ ഗേൾ ഫ്രണ്ടാ. നീ കയറി മെനയാനങ്ങ് നിൽക്കണ്ട. അവളെ മെനയാൻ ഞാനുണ്ട്, അത് മതി. എന്താ ചേട്ടാ, സ്വന്തം പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കണോ? ഞങ്ങൾക്കൊക്കെ ഒന്ന് തന്നൂടെ? വീട്ടിൽ അമ്മയും പെങ്ങളൊന്നും ഇല്ലടാ നായിൻ്റെ മോനെ. ഞാനിതെവിടെ? പേടിക്കുന്നെന്തിനാ? വെള്ളം അടിച്ച് വെളിവില്ലാണ്ട് ഓരോ മൊണ്ണകളോട് സംസാരിക്കുമ്പോൾ ആലോചിക്കണം. എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയാലേ എന്നെ പോലെ രക്ഷിക്കാൻ ആരും കാണത്തില്ല. അതിനും ഇയാളെന്നെ രക്ഷിച്ചതാണോ ശിക്ഷിച്ചതാണോ ഞാനെങ്ങനെ അറിയാനാ? ഇവിടെ ഒരു പ്ലേ ബോയ് ഉണ്ട്. എല്ലാ ദിവസവും വരും, ഓരോ പെണ്ണുങ്ങൾ എടുത്തുകൊണ്ടോ. നിന്നെയായിരുന്നു നോക്കി വെച്ചത്. പക്ഷെ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ മോളുടെ അവസ്ഥ ഭയാനകരമായേനെ. തനിക്കെന്തൊരു നാണമില്ല എൻ്റെ കൂടെ കിടക്കാൻ? മോളിപ്പോൾ കിടക്കുന്ന ഈ ഹോട്ടലിൻ്റെ ഉടമാരെന്നറിയോ? ഈ ഞാൻ. പോരാത്തതിന് ഇതെൻ്റെ റൂം. അപ്പോൾ മോള് പേടിക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ നിൻ്റെ അടുത്ത് കിടന്നെന്ന് വിചാരിച്ചിട്ട് നിനക്ക് വിണ്ടി വീക്കൊന്നും വരത്തില്ല. എൻ്റെ മോളെ, ഇത് കേട്ടിട്ട് നീ എന്നെ തല്ലാതിരുന്നാൽ മതി. അയാൾക്ക് 2 മക്കളുണ്ട്. അതിൽ മൂത്ത ആൾ നല്ല ഡേഞ്ചറാണ്. ഇളയാൾ പിന്നെയും സോഫ്റ്റാന്ന് കേൾക്കാം. അതിൽ മൂത്ത ആളെയാണ് നീ കല്യാണം കഴിക്കേണ്ടത്. എവിടെ ആയിരുന്നടി ഇന്നലെ രാത്രി ഫുള്ള്? ഞാൻ എൻ്റെ ഭാവി ഭർത്താവിൻ്റെ കൂടെ ആയിരുന്നു. എൻ്റെ പൊന്നുമോളെ, ഞാൻ നിന്നോട് അഭിനയിക്കാനാണ് പറഞ്ഞത്. പപ്പ അറിഞ്ഞോ? അങ്ങേരില്ലെങ്കിൽ കാണരുത്. ഇന്നലെ ഒരാൾ വന്നിട്ട് എന്നോട് ഭയങ്കര മോശമായിട്ട് പെരുമാറിയെന്നാ പറഞ്ഞത്. അപ്പോൾ അയാളാണ് എന്നെ രക്ഷിച്ചു പോയിരുന്നു. പിന്നെ ആ തക്ക നോക്കി ഞാൻ നമ്മുടെ പ്ലാൻ ഒന്ന് നടപ്പിലാക്കിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മയക്കെടുത്തിട്ടുണ്ട്. ഓഹ്, അതായിരുന്നു കാര്യം. എന്തൊക്കെ പറഞ്ഞാലും അയാൾ നല്ല ഹാൻസം ആണ്. നോക്ക്, എൻ്റെ ശത്രുവിൻ്റെ മകനാണത്. എന്തെങ്കിലും പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിലേ കാല് ഞാൻ തല്ലി ഓടിക്കും. എടാ, നീ എന്താ പറയുന്നേ? ഇന്നലെ നൈറ്റ് അവളുടെ കൂടെ ആയിരുന്നോ? ഓക്കെ, എങ്ങനെയായിരുന്നു? എടാ, ഞാനൊന്നും അങ്ങോട്ട് ചെയ്തില്ല. അവൾ എന്നെ കൈ പിടിച്ചു വെച്ചു. പിന്നെ ഞാനൊരു ആണുംകുട്ടിയല്ലേ, എങ്ങനെ എനിക്ക് പിന്നെ കൺട്രോൾ വേണ്ടിയിരിക്കുന്നത്? എൻ്റെ ബെഡ് അവളുടെ ബോഡി ആയിരുന്നു, അത്ര എനിക്ക് പറയാൻ പറ്റും. ആ ഓക്കെ, ഉറങ്ങിയത് മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ? വേറെ ഒന്നുമില്ല. എന്റെ പൊന്നാദി, നിന്റെ സ്വഭാവം, നിന്റെ പെരുമാറ്റം അപ്പടെ മാറിപ്പോയി. നീ ഇപ്പം എങ്ങനെയാണെന്നറിയോ? കറക്റ്റ് പൂക്കി, എക്സ്ട്രാക്റ്റ് പൂക്കി. നീ ഇപ്പൊ ഒരു പൂക്കിയായിട്ട് മാറി, എന്റെ പൂക്കി. അല്ലെങ്കിലും ഒരു ജീവിതമല്ലേ ഉള്ളൂ, സന്തോഷത്തിൽ ജീവിക്കാം. ഈ വൈരാഗമൊക്കെ വെച്ചിട്ട് അവരുടെ സ്വത്ത് എനിക്ക് വേണം, അവരുടെ പണം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ഉള്ളത്? എൻ്റെ അഭിപ്രായത്തിൽ എനിക്കിപ്പം ഒരു കാര്യം ഉറപ്പായി. എന്താന്ന് പറയട്ടെ? അത് ഐ ആം ഇൻ ലവ് വിത്ത് ഹർ. പപ്പ സമ്മതിച്ചത് തന്നെ. ഓഹോ, പറയുന്ന ആളതും പെട്ടെന്ന് സമ്മതിക്കല്ലോ. എടാ കൊച്ചു തീർക്കാം, നീ പ്രേമിക്കുന്നത് പപ്പയുടെ എക്സിന്റെ മോളെയല്ലടാ. ഓർമ്മിപ്പിക്കല്ലേ എന്റെ പൊന്നെ. അതാലോചിച്ച് ഓരോ ദിവസം ഞാൻ നീറിയ കഴിയുന്നേ. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ഞാൻ പപ്പയോട് പറയും. വയ്യ എനിക്ക് നീട്ടി കൊണ്ടുപോവാം. അവളാണെങ്കിൽ എന്നെ കെട്ടണമെന്ന് പറഞ്ഞിരിക്കുക. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് കല്യാണം കഴിച്ചാലോ? പറയാൻ കാരണം, എന്തിനാ വെറുതെ ഈ കുടുംബക്കാർ തമ്മിലുള്ള ഈ ഒരു വഴക്കൊക്കെ? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ സെറ്റായി ഒരു ഫാമിലിയില്ലേ. എന്താ അതിനു വേണ്ടിയാണോ കല്യാണം കഴിക്കുന്നത്? അല്ലാണ്ട് ഇയാൾക്ക് അതിന് ഇഷ്ടമായതുകൊണ്ടല്ലേ?
അല്ല, എനിക്ക് നിന്നെ ഇഷ്ടമായി. ഞാനത് എൻ്റെ അനിയൻ ജോഷിനോട് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിന്നോട് വന്ന് നേരിട്ട് പറയാൻ വിചാരിച്ചു. എനിക്ക് വെച്ച് താമസിപ്പിച്ച് ശീലമില്ല. പിന്നെ എൻ്റെ പ്രൊജക്റ്റ് നീ എടുത്തത് അതൊരു സീനുള്ള കാര്യമല്ലല്ലോ. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മുടെ രണ്ടുപേരുടെയും കൂടിയാണല്ലോ. കാട്ടുമാക്രി, തന്നോട് ഞാൻ പറഞ്ഞു തൻ്റെ പ്രൊജക്റ്റ് ഞാൻ എടുത്തിട്ടില്ലാന്ന്. പിന്നെ താൻ ഇങ്ങനെ അതെന്നെ ഓർമ്മിപ്പിക്കുന്ന എന്തിനാ? എൻ്റെ പ്രൊജക്റ്റ് അല്ലേ നിങ്ങളുടെ ടീമുകാർ മോഷ്ടിച്ചത്. ഞങ്ങൾ എങ്ങനെ മോഷ്ടിക്കാനാ? ഞങ്ങളുടെ ഓരോ സ്പൈയും നിങ്ങളുടെ കമ്പനിയിലില്ല. അത് ഒന്നാമത്തെ കാര്യം. ഞങ്ങൾ അറിയാണ്ട് ഞങ്ങൾക്കൊരു സ്പൈ ഉണ്ടാകുമോ? എന്നോട് ഇതുവരെയായിട്ട് ഒരാൾ പോലും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു പെണ്ണിൻ്റെ പ്രൊജക്റ്റ് ഉണ്ട് ഇതെടുത്തു എന്നിട്ട് ആരും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ ബുദ്ധിയിൽ തോന്നിയൊരു പ്രൊജക്റ്റ് ഞാൻ ചെയ്തു. പിന്നെ നോക്കുമ്പോൾ നീ അത് നിൻ്റെതാന്ന് പറയുന്നു. അതെന്താ, ശരിയാണോ? നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ എൻ്റെ വായത്ത കേൾക്കാനാണോ തനിക്കിഷ്ടം? എടോ, തൻ്റെ മണ്ണാകട്ട ഞാൻ എടുത്തിട്ടില്ല. എൻ്റെതല്ല താൻ എടുത്തത്. അതിൽ 100% എനിക്ക് ഉറപ്പുണ്ട്. എടി പോടി, എന്തൊക്കെ തള്ളാടി നീ പറയുന്നത്? നിന്നെപ്പോലൊരു പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇപ്പം താൻ കണ്ടില്ലേ, അത് തന്നെ ധാരാളം. നിന്നെപ്പോലെ അഹങ്കാരം പിടിച്ചൊരു പെണ്ണ് ഈ ലോകത്ത് വേറെ ഉണ്ടാവത്തില്ല. കാട്ടുമാക്രി. നിന്റെ അച്ഛനാടാ കാട്ടുമാക്രി. എടി നായിൻ്റെ മോളെ, നമ്മൾ രണ്ടാളുടെ പ്രശ്നത്തിന് നമ്മൾ രണ്ടാളിൽ തന്നെ ഇട്ടാൽ മതി. അല്ലാണ്ട് വീട്ടുകാരെ പോയിട്ടുണ്ടടി. നിനക്ക് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നീ പോടി. മനുഷ്യനെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ആടി, ഞാൻ പപ്പയോട് പറയാം, നീ വെച്ചോ. ഇവിടെ ഒരുത്തനുണ്ടല്ലോ, എൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞ ഒരുത്തൻ. സത്യത്തിൽ എൻ്റെ ചേട്ടനാണോ അവന് അതോ എൻ്റെ അനിയനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രയും ബുദ്ധിയില്ല, മെച്യൂരിറ്റി ഇല്ല. അവളെ ഒന്ന് കാണാൻ പോയതായിരുന്നു. അവിടെ വെച്ചിട്ട് 1, 2 പറഞ്ഞ് അടിയായി. അവളുടെ തന്തക്കൊക്കെ വിളിച്ചിട്ടാ വന്നേക്കുന്നത്. എന്ത് ചെക്കനായത്. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ ജോഷിച്ചായ, എനിക്ക് നിങ്ങളുണ്ടല്ലോ, അത് മതി. പിന്നാണെങ്കിൽ നിങ്ങളെ പോലെ ഒരു നല്ല മാന്യനായിട്ടുള്ള ആളെ എനിക്ക് വേറെ കിട്ടുമോ? ഞാൻ നിങ്ങളെക്കാട്ടി 2 വയസ്സിന് മൂത്തതാണെങ്കിലും നിങ്ങളുടെ മെച്യൂരിറ്റി പോലെ നിങ്ങളുടെ അനിയനിക്കില്ല, നിങ്ങളുടെ അപ്പനിക്കില്ല, എന്തിന് എൻ്റെ അപ്പനിക്ക് വരെ ഇല്ല. നിങ്ങൾ അത്രയും മെച്യൂരിറ്റി ഉള്ള എൻ്റെ ഹാൻഡ്സം പോയല്ലേ. എൻ്റെ ചുട്ടുമണി ആരാ? ഞാനാ. എൻ്റെ തക്കടു ആരാ? ഞാൻ തന്നെ. എൻ്റെ സുണ്ടാപ്പി ആരാ? അത് ഞാൻ തന്നെ. എന്തുവാടാ പട്ടി മൂന്ന പോലെ മൂങ്ങുന്നേ? എന്താ? ഒന്നില്ലെങ്കിൽ നിനക്ക് അറിഞ്ഞൂടെ ഞാൻ എത്ര വലിയ ട്രോമയിലായിരിക്കുന്നേ. അയ്യോ, എന്നിട്ട് എൻ്റെ മുമ്പിൽ വെച്ചല്ലേ നീ ഇങ്ങനെ ഷുട്ടാപ്പി ഷുട്ടുമണി തക്കടു എന്തൊക്കെയാ. ഇതുപോലെ പീസ്ഫുൾ ആയിട്ടുള്ള കപ്പിൾസ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഒന്ന് പറ, രണ്ടാമത്തേന് അവളുടെ തന്തയ്ക്ക് വിളിക്കും. അപ്പോൾ പിന്നെ നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ കുറച്ച് നല്ല പോലെ അവൾ പറയുന്നതാണ് ഫസ്റ്റ് വേർഡ്, അവൾ പറയുന്നതാണ് ശരി എന്ന രീതിയിൽ ബിഹേവ് ചെയ്യുക. അപ്പോൾ പിന്നെ നിനക്കും ഇങ്ങനെയൊക്കെ കേൾക്കാം. എന്നാലും അയ്യോ, എന്നെ അങ്ങനെ വിളിക്കുന്ന ഒരാളെ പോലും ഇല്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും അവള് നല്ലതായിരുന്നു. ഞാൻ അങ്ങനെ പോയിട്ട് അടി ഉണ്ടാക്കണ്ടായിരുന്നു. വെള്ളടിച്ച വയറ്റിക്കെടുക്കണം. ഇതെന്താ എന്റെ വയറ്റിക്കെടുക്കാത്തത്? ആ മോളെ, ഇവിടെ ഒരാൾ ഭയങ്കര കരച്ചില്. എന്താ? ഓണതാട പട്ടി. എടി, ഇനി നിന്നോട് ഞാൻ വേണമെങ്കിലെടി, ഞാൻ അത്രയും മോശമാണോ? നിന്റെ തന്തക്ക് വിളിച്ചു, എല്ലാം വിളിച്ചു, എല്ലാത്തിനും സോറി. ഇത് ഞാൻ പിണങ്ങില്ല. എനിക്ക് നീ ഇല്ലാണ്ട് പറ്റത്തില്ല. ജോഷുവിൻ്റെ പെണ്ണ് ജോഷുവിനെ എന്തൊക്കെയാ വിളിക്കുന്നതെന്ന് അറിയോ? ഷുട്ടുമണി, ഷുണ്ടാപ്പി, തക്കടു. ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ തൊലി ഒരിഞ്ഞു പോയി. വാവ്, കുടിച്ച് മൂക്കറ്റ ഫിറ്റായിട്ടുണ്ട്. പിന്നെ ജോഷുവ അവൻ്റെ ഗേൾഫ്രണ്ടിനെ നല്ല പോലെ നോക്കുന്നുണ്ട്. ഇവൻ ഞാൻ നിന്റെ ഗേൾഫ്രണ്ട് ഒന്നും ആയിരിക്കില്ല. നീ തന്നെ പ്രപ്പോസ് ചെയ്തു. ഞാനൊന്ന് യെസ് പറയാൻ വന്നപ്പോഴേക്കും നീ എന്തൊക്കെയായിരുന്നു എന്നെ കയറി നീ പ്രൊവോക്ക് ചെയ്തില്ലേ? അയ്യോ, അപ്പത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ പറ്റിപ്പോയി എന്ന് വെച്ചിട്ട് ഞാനത് മനഃപൂർവ്വം ചെയ്തതാണ്. നീ ഒരു കാര്യം അറിയോ? നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ തൊട്ട് എൻ്റെ ഹൃദയം വല്ലാത്ത വിഷമം. അങ്ങനെ ഞാൻ കുടിച്ചു പോയതാ. എന്നാലും ജോഷുവിൻ്റെ ഗേൾഫ്രണ്ടൊക്കെ അവനെ എങ്ങനെയാ നോക്കുന്നത്, അതൊക്കെ കണ്ടിട്ട് എനിക്ക് വിഷമാവുന്നു. ഒന്നില്ലെങ്കിൽ ഞാൻ അവൻ്റെ ഏട്ടനല്ലേ, എന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യമില്ലല്ലോ. അയ്യോ, നമുക്ക് പെണ്ണില്ലല്ലോ. ഓ മതി മതി, ഇതെന്ത് കരച്ചിലായത്? ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരാളെ കാണുന്നത്. എൻ്റെ പൊന്നു മോനെ, നിന്നെ ഞാൻ എങ്ങനെ വിചാരിച്ചില്ല. നീ ഇത്രയും പൂക്കിയായിരുന്നു. ഓ ശരി, ഞാൻ പോവാം. എൻ്റെ വാവ എവിടെ പോവാ?
ഉരിഞ്ഞുരിഞ്ഞ് വട്ടത്തിലുരിഞ്ഞ് വലുതായിട്ടൊരിഞ്ഞു. നീ പോടാ. നിൻ്റെത് കേട്ടപ്പോൾ എൻ്റെ തൊലി ഫുള്ള് ഒരിഞ്ഞപ്പോൾ ഞാൻ ഇറച്ചിയായിട്ടായിരിക്കില്ലേ. ആദി, സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. എല്ലാം ഓക്കെ ആയി. നാളെ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ പെണ്ണ് കാണാൻ പറ്റുമെങ്കിൽ എന്നിട്ട് നമുക്ക് ബാക്കി ആലോചിക്കാം, കേട്ടോ? അപ്പം നിൻ്റെ പപ്പ സമ്മതിച്ചില്ലെങ്കിലോ? കാണുന്ന പോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല എൻ്റെ പപ്പ. എൻ്റെ പപ്പ നിന്നെക്കാളും പൂക്കിയ അതെൻ്റെ മമ്മിയോട്. പിന്നെ ഞാനും കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ പപ്പയൊക്കെ ഓക്കെ ആക്കാനുള്ള കാര്യം എനിക്കറിയാം. പിന്നെ അതാലോചിച്ച് നീ വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പം മുമ്പോട്ട് കിടന്നുറങ്ങാം. പിന്നെ നിൻ്റെ ഈ കുടി അത് നിർത്താനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ശരി, വെച്ചോ. എൻ്റെ പൊന്നു മക്കളെ, എന്നാ മയിരുണ്ടാക്കാനാ നിങ്ങൾ ഇവരുടെ വീട്ടിൽ എന്നെ കൊണ്ടുവന്നത്? നിങ്ങളെന്താ ഇവിടെ? നിങ്ങളൊന്നും ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടില്ലല്ലോ. എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ വരാൻ എനിക്ക് ഭ്രാന്താണല്ലോ. ഓ, നിന്റെ എക്സിനെ ഞാൻ കെട്ടിയതിനായിരിക്കും നിനക്ക് ഇത്ര വൈരാഗ്യം എന്നോട്. എന്തൊക്കെ പറഞ്ഞാലും ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിലേ അതെന്തായാലും വിധിച്ച ആൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. നിനക്ക് വിധിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് വിധിച്ചു. അതുകൊണ്ട് അവളെ എനിക്ക് കിട്ടി. ഞങ്ങളിപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്നു. എക്സോ? എടാ, പപ്പയ്ക്ക് ഒരു എക്സ് അല്ലേ ഉള്ളൂ? എന്റെ ക്ലേര. ക്രിസ് മോള് പറഞ്ഞു നിങ്ങൾ വരുന്ന കാര്യം. എന്തായാലും ഇരിക്കേ. ക്ലേര, ഇവർക്ക് ചായ എടുത്തു വാ. ക്രിസ് എന്ത് പറഞ്ഞു? എന്തൊക്കെയാണ് നടക്കുന്നത്? ഞാൻ അറിയാത്ത എന്ത് കാര്യം ഇവിടെ ഉള്ളത്? പിള്ളേരെ വാ പോവാ. നിങ്ങളിങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് പോയിട്ട് ഒരു കാര്യമില്ല അലക്സിച്ച. മക്കൾക്കുണ്ടല്ലോ ഒരു നല്ല പ്രശ്നം പറ്റിയിട്ടുണ്ട്. അതായത് എൻ്റെ ഇളയ മോളും നിങ്ങളുടെ ഇളയ മോനും തമ്മിൽ വർഷങ്ങളായിട്ട് പ്രണയത്തിലാണ്. അതായത് ജോഷുവയും ക്ലാരയും. പിന്നെ നിങ്ങളുടെ മൂത്ത മോൻ ആദ്യം എൻ്റെ മൂത്ത മോൾ ക്രിസ്തുവും തമ്മിൽ അവരും പ്രണയത്തിലാണ്. അവർ ഈ അടുത്ത പ്രണയത്തിലായതാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരമ്മ എന്നുള്ള നിലയിൽ അവരുടെ 2 പേരുടെ പ്രണയം എനിക്ക് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പിന്നെ പ്രണയിക്കുന്നത് തരക്കേടില്ലാത്ത ആണുങ്ങളായതുകൊണ്ട് അതിലും എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങളുടെ കുടുംബമായതുകൊണ്ട് ഞാൻ നിങ്ങളെ അങ്ങ് ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചു. ജോഷുവ ക്ലാരനെ പ്രണയിച്ചത് മേ ബി റിയൽ ആയിരിക്കും. എന്നാൽ ആദ്യം ക്രിസിനെ പ്രണയിച്ചത് അത് റിയൽ അല്ല. അത് ഞാൻ പറഞ്ഞത് ഒരു നാടകം കളിക്കാൻ വേണ്ടിയിട്ട്. എക്സാക്ട്ലി. അതുപോലെ എൻ്റെ ക്രിസ് മോള് ആദ്യനെ പ്രണയിച്ചത് റിയലായിട്ടൊന്നുമല്ല. അവളോട് ഞാൻ പറഞ്ഞതാ ഒരു നാടകം കളിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇവർ തമ്മിൽ പ്രണയത്തിലൊന്നുമില്ല. നീ എന്ത് കണ്ടിട്ടാ സംസാരിക്കുന്നേ? അല്ല പപ്പ, ആദ്യം എനിക്ക് ശരിക്കും ഇഷ്ടമാണ്. ഞാൻ ആദ്യമൊക്കെ അങ്ങനെ തമാശക്ക് നോക്കിയതാണെങ്കിലും എന്തോ അവൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പോലും അറിയാതെ. പോരാത്തതിന് എനിക്ക് അവൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ് എന്താണ് ഈ ഹാപ്പിനെസ്. പിന്നെ ഞാനായിട്ട് നിൽക്കുന്നത്. പിന്നെ എൻ്റെ എല്ലാ ബാഡ് ക്യാരക്ടറും അവൻ ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് അവൻ എന്നെ പ്രപ്പോസ് വരെ ചെയ്തത്. അപ്പോൾ എങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെടാണ്ടിരിക്കുക? അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ഫസ്റ്റ് നീ ഫേക്ക് ആയിട്ടാണ് എന്നോട് നിനക്ക് ഇഷ്ടം എന്നുള്ള രീതിക്ക് നടിച്ചത്, എന്തിന് നിൻ്റെ കൂടെ കിടത്തിയത് അല്ലേ? എന്തൊക്കെയാടി നടക്കുന്നത്? നീ ഒന്നും ഇങ്ങനെയുള്ള ഒരാളെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാൻ നിന്നെ പിടിച്ച് എൻ്റെ അടുത്ത് കിടത്തിയപ്പോൾ നീ എൻ്റെ അടുത്ത് കിടന്നില്ലേ? അപ്പം അതോ? ഞാൻ നിന്നെ നിൻ്റെ തന്തനെ പോലെ ഡ്രാമ കാണിച്ചിട്ടില്ല. എനിക്ക് നിന്നെ ഇഷ്ടമായത് കൊണ്ട് മാത്രമാണ് ഒരു നായ നിന്നെ കയറി പിച്ച് ചിന്ത വന്നപ്പോൾ അവൻ്റെ മുമ്പിൽ നിന്നെ രക്ഷിച്ച് ഞാൻ സേഫായിട്ട് വെച്ചത്. അപ്പോൾ പോലും ഞാൻ നിന്നെ ഒന്ന് ടച്ച് പോലും ചെയ്തില്ല. ജസ്റ്റ് നിന്നെ അവിടെ കൊണ്ടുവരാൻ വേണ്ടി മാത്രം നിന്നെ ടച്ച് ചെയ്തു. അല്ലാതെ നിന്നെ ആ റൂമിൽ എത്തിയതിനു ശേഷം നിൻ്റെ ദേഹത്ത് ഞാൻ ഒന്ന് തൊട്ട് പോലില്ല. അപ്പോഴല്ലേ നീ എന്നെ പിടിച്ച് നിൻ്റെ ദേഹത്തോട്ടിട്ടത്. ആദ്യം ഒന്ന് നിർത്ത്. ഇന്നലെ ഞാൻ വെള്ളം അടിച്ച് ഫിറ്റായി ഓരോന്ന് പറഞ്ഞപ്പോഴും നീ എന്തിനാ അവളെ കോളാക്കിയത്? അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇവിടെ ഇത്രയും വരെ എത്തിയത്. അവൾ ഡ്രാമ കാണിച്ചതാ, ഡ്രാമ. അവളുടെ ദേഹത്തോട്ട് എന്നെ കിടത്തിയിട്ട്. ഗുഡ്, നല്ല ഡ്രാമ. എന്നിട്ടിപ്പോൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എല്ലാം കേട്ട് ഞാൻ വിശ്വസിച്ചു. മതിയായി. ഈ ലോകം തന്നെ ഫേക്കാ. എന്തിനെൻ്റെ അപ്പനും അമ്മ എല്ലാം ഫേക്കാ. നിങ്ങളൊക്കെ ഫേക്കാ. ഞാൻ എങ്ങോട്ടെങ്കിലും പോവാം. ഇനി മേലിൽ ഒരെണ്ണോ എന്നെ അന്വേഷിച്ച് വന്നേക്കരുത്. ആദി, ഞാൻ എൻ്റെ മിസ്റ്റേക്ക് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. എന്ന് വെച്ചിട്ട് നീ ഇങ്ങനെ എന്നെ തരം താഴ്ത്തേണ്ട ആവശ്യമില്ല. ഐ ലവ് യു. എനിക്ക് നിന്നെ ഇഷ്ടമായത് കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിന്നോട് എങ്ങനെയെങ്കിലും ഒന്ന് മാരേജ് വരെ എത്തിക്കാമെന്ന് വിചാരിച്ചു, കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നീ അപ്പോൾ ഇവിടെയും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാന്ന് വെച്ചാൽ നിൻ്റെ കൂടെ എങ്ങനെയാണ് ഞാൻ ലൈഫ് ലോങ് ഹാപ്പി ആയിട്ട് നിൽക്കുന്നത്? ഓക്കെ, ഇനഫ്. നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. നീ പോയിക്കോ. ഞാൻ എൻ്റെ വഴിക്കും, നീ നിൻ്റെ വഴിക്കും.
ജോഷു അല്ലെ ക്ലാരൻ്റെ കാര്യം മാത്രം നടക്കട്ടെ, അത് തന്നെ നല്ലത്. മമ്മ, ഞങ്ങളുടെ കാര്യത്തിൽ ഇനി ഒരു കോംപ്രമൈസും ഇല്ല. ഐ ഡോണ്ട് വാണ്ട് ഹിം. ഇനി നീ കുഴിച്ചിട്ട് എൻ്റെ അടുത്ത് വരുമല്ലോ, അപ്പം ഞാൻ കാണിച്ചു തരാം. ഐ എം സോറി. ഫസ്റ്റ് എന്നോട് കാണിച്ചതൊക്കെ ഡ്രാമയാണെന്ന് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ദേഷ്യം വന്നു. അതുകൊണ്ടാണ് സോറി. മതി മതി, ബാക്കിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. ഇച്ഛയ, ഞാൻ വീട്ടിലെത്തിയപ്പോൾ നിങ്ങളൊന്നും കണ്ടില്ല. ഒന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ട്രിപ്പ് പോയതല്ലേ, ഞാൻ വരുമ്പോൾ നിങ്ങളൊക്കെ അവിടെ ഉണ്ടാകേണ്ടതല്ലേ. പിന്നെ സെക്യൂരിറ്റിയാണ് പറഞ്ഞത് നിങ്ങൾ ഇവരുടെ വീട്ടിലാണെന്ന്. ഒരു നിമിഷം ഞാനൊന്ന് പേടിച്ചു പോയി കേട്ടോ. ഇതാണോ അലക്സിച്ചേൻ്റെ ഭാര്യ? നല്ല ഭംഗിയുണ്ട്. Of course, she is world wild beauty.